ഇന്ന് എൻ്റെ കുക്കിംഗ് വീഡിയോ അല്ലേ. ഞാൻ എൻ്റെ ചെടീനെ പറ്റി പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. കുറച്ച് ചെടികൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചാൽ ഇതെൻ്റെ 10 മണിയാണ്. 4 കളറ് ഇതിൻ്റെ അകത്ത് തന്നെ വെച്ചിട്ടുണ്ട്. മഞ്ഞയും റോസും ചുവപ്പും വേറെ ഒരു പിങ്ക് കളറും കൂടെയുണ്ട്. ഞാൻ ഇത് വേറെ ചട്ടിയിൽ വേറൊരു ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഹാങ്ങിങ് ആക്കി വെച്ചതാണ്. ഇതിൻ്റെ കൂടെ കടലാസ് പൂ. ഇത് കടലാസ് പൂ എന്ന് പറഞ്ഞാൽ പല കളറിലും ഉണ്ട്. എൻ്റെ അടുത്തുണ്ട് ഒരു 8 കളറുകളുണ്ട്. ഇത് പിങ്ക് കളറിലാണ്. ഇത് നല്ല വിരുന്നേ ഉള്ളൂ, മൊട്ട് ചെറുങ്ങനെ വന്നിട്ടേ ഉള്ളൂ. ഇത് നമ്മളെ ഹൈഡ്രേഞ്ച് റോസാണ് എനിക്ക് വിടർന്നിട്ടുള്ള. നീല ഉണ്ടേനു എൻ്റെ അടുത്ത്, അത് പോയതാണ്. ഇപ്പം എൻ്റെ അടുത്ത് റോസ് മാത്രമേ ഉള്ളൂ. ഇത് ഏപ്രിൽ മാസം ഏപ്രിൽ കൊല്ലത്തിലൊരു ഏപ്രിൽ മാസം ഉണ്ടാകുന്നത് അധികം കാണുന്നത്. അറിയായിരിക്കുമെങ്കിലും ഒരു സ്ഥിരം ഉണ്ടാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ അടുത്ത് അധികവും കൊല്ലത്തിലൊരു പ്രാവശ്യമായിട്ട് ഇതുണ്ടാകുന്നു. ഈ മാസം മാർച്ചിലേ ഉണ്ടായിട്ടുണ്ട്. ചൂട് കാരണമായിരിക്കും വിചാരിക്കുന്നു. പിന്നെ ഇതൊരു മഞ്ഞ കളറ്, അതിൻ്റെ പേരെനിക്ക് പറയുന്നത് ഒരു അരളി പോലത്തെ ചെടിയാണ്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ അരളി, വയലറ്റ് അരളി പറയുന്നത്. മഞ്ഞ നല്ല നിറച്ചും പൂ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം കൊഴിഞ്ഞു പോയതാണ്, നിറച്ചും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വേറെ കളറ് ഞാൻ ഒരു സ്ഥലത്ത് കണ്ടിട്ട്, ഒരു ഇത് ഇവിടെ ചെടീൻ്റെ സ്ഥലത്ത് തന്നെ നഴ്സറിയിൽ തന്നെ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആ കളറ് കിട്ടിയില്ല, മഞ്ഞ എനിക്ക് കിട്ടിയ. ഇത് നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ നമ്മൾ ചെടിക്ക് ഇങ്ങനെ ഓരോ വളങ്ങൾ മാറി മാറി കൊടുക്കുമ്പോൾ പൂ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഇതൊരു കടലാസ് പൂവാണ്. ഇത് പിന്നെ ഒരു റോസിൽ നടുക്ക് കമ്മൽ മുട്ട് പോലത്തെ ഒരു നടുക്ക് വരുന്ന ഒരു നല്ലൊരു രസമുള്ള കളറാണ്. ഇത് ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാട്ടും രസമുണ്ട് നേരിട്ട് കാണാൻ. നല്ല ലൈറ്റ് റോസിൽ വന്നിട്ട് ഡാർക്ക് റോസിലേക്ക് മാറും. ഇതൊരു വള്ളി പോലെ പടർന്നു. ഇത് ഞാൻ എൻ്റെ ഗ്രില്ലിൻ്റെ മുകളിൽ തന്നെ, വടക്ക് വറുത്ത ഗ്രില്ലിൻ്റെ മുകളിൽ തന്നെയാണ് പടർത്തിയിട്ടുള്ളത്. ഇത് നല്ല മണം ഉണ്ടാവും, വിരിഞ്ഞു കഴിഞ്ഞാൽ നല്ല മണം ഉണ്ടാവും. പിന്നെ വെള്ളം നല്ല നിറച്ച് മൊട്ട് വന്നിട്ടുണ്ട്. പൂക്കളിപ്പം കുറച്ചായിട്ട് അധികം വിടർന്നില്ല. പിന്നെ എൻ്റെ അടുത്ത് ചെക്കി എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ചെക്കി 4 കളറുണ്ട്. ഒരു പിങ്ക്, വയലറ്റും റോസും, ഡാർക്ക് ചുവപ്പും ഉണ്ട്. ഡാർക്ക് റോസിൻ്റെ മുകളിൽ ഒരു വെള്ള ഷെയ്ഡ് വരുന്നിടത്ത് അതുണ്ട്. പിന്നെ അരളി നിങ്ങൾ കണ്ടതാണല്ലോ, അരളി ഞാൻ ആദ്യം കാണിച്ചത് വയലറ്റ് അരളിയുള്ളൂ. എൻ്റെ അടുത്ത് വേറെ കളറില്ല. ഇത് ജറബറ, 4 കളറ് ജറബറ എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ഒന്നിനും പൂക്കൾ ഉണ്ടായില്ല, മഞ്ഞ മാത്രം പൂക്കളുണ്ടായി. മഞ്ഞയും വെള്ളയും ചുവപ്പും റോസും ഉണ്ട് എൻ്റെ അടുത്ത്. ഇത് വസ്സിപ്പൂവാണ്. നമ്മളിവിടെ വസ്സിപ്പൂ എന്ന് പറയും, നിങ്ങളെന്നാ പറയാമെന്നറിയില്ല. ഇതൊരു നല്ല പിങ്കാണ്, നല്ല രസമുള്ള പിങ്ക്, നിറച്ചും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ലൈറ്റും കൂടിയുണ്ട്, ലൈറ്റ് റോസ്, വളരെ ലൈറ്റ്. പിന്നെ അത് കുറച്ച് പൂ ഉണ്ടായിട്ടില്ല, 2-3 പൂവേ ഉള്ളൂ. പിന്നെ ഇതൊരു പുളീൻ്റെ ചപ്പ് പോലത്തെ ഒരു ചെടിയാണ്. അതിൻ്റെ മുകളിൽ മഞ്ഞപ്പൂ. ഇത് ബോഗൺവില്ലേൻ്റെ വേറെ ഒരു മോഡൽ. പിന്നെ ഇത് മഞ്ഞ ജമന്തി നേരത്തെ കാണിച്ചത് തന്നെ. ഒരു വള്ളി പോലെ വരുന്ന ചെറിയ ഒരു വെള്ളപ്പൂ. ഇതിൻ്റെ ചുവപ്പുണ്ടേനും എൻ്റെ അടുത്ത് പോയതാണ്. എൻ്റെ അടുത്ത് ഒരുപാട് ചെടി ഇല്ലേനും. ഇപ്പം കുറച്ച് കളക്ഷൻ കുറവാണ്. എനിക്ക് സമയമില്ല നോക്കാനും. മോളെ ഡെലിവറി കഴിഞ്ഞിട്ട് വീട്ടിൽ 3 മാസം കഴിഞ്ഞ് 5-ാമത്തെ മാസം കൂട്ടിക്കൊണ്ടുപോയില്ലേനും. അതിൻ്റെ തിരക്കായതുകൊണ്ട് കുറച്ച് സമയമില്ലാണ്ടായിപ്പോൾ. ഇതൊരു ചെക്കിയാണ്. ഇത് ഒരു തരം വേറെ ചെറിയ കുറ്റിയായിട്ട്. ഇതൊരു വള്ളി പോലെ പോകുന്നത് മഞ്ഞ പൂക്കളുള്ള ഒരു ചെടിയാണ്. ഇത് നേരത്തെ കാണിച്ചു തന്നെയാണ്. കോസ്മസാണ്. ഇതെല്ലാം അതെല്ലാം നിറച്ചും ചെട്ടിപ്പൂര മാതിരിയാണ് കോസ്മസ് എൻ്റെ അടുത്തുള്ളത്. നല്ല നിറച്ചും ഉണ്ടാവും. പോയിട്ട് ഒരുപാടുണ്ട്. എനിക്ക് കാട് പോലെ നല്ല രസമാണ് കാണുന്നത്. ഇപ്പം അതെല്ലാം പോയിട്ട് ഇപ്പം കുറച്ചേ ഉള്ളൂ.
അതുകൊണ്ട് ഇതൊരു നല്ല രസമുള്ള പോകാൻ. ഇത് ഓറഞ്ചാണ്, നല്ല ലൈറ്റ് ഓറഞ്ച് ആയി വന്നിട്ട് പിന്നെ ഡാർക്കിലേക്ക് പോകും. അതുപോലെ മേലോട്ട് ഇത് വേറൊരു കളറാണ്. ഇതൊരു മെറൂൺ, നല്ല ചെമ്പരത്തി പോലെയാണ് മുള്ള, പക്ഷേ ചെറിയൊരു മുള്ളുണ്ട്, വൈശ്യപ്പൂവിൻ്റെ പോലത്തെ മുള്ള്. ഒരു ഇലച്ചെടിയാണ്. ഇലച്ചെടികൾ കുറേ മോഡലുണ്ട് അതിനടുത്ത്. പക്ഷേ ഇതൊരു പ്രത്യേക തരം ഈ മഞ്ഞ പൂക്കൾ പോലത്തെ ഇലച്ചെടിയാണ്. അത് നല്ല ഭംഗിയുള്ള, അത് നിറച്ചുകൊണ്ടുതന്നെ എല്ലാവരും കൊണ്ടുപോയിട്ട് ഇപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഭാഗം ഇപ്പോഴും എൻ്റെ അടുത്തുണ്ട്. ഇത് നന്നായിട്ടില്ല. ഇത് ഒരു വെറൈറ്റി കാണാത്തൊരു ഇലച്ചെടി ഉണ്ടാവും. പിന്നെയെന്ന് വെച്ചാൽ ഇപ്പം കുറച്ച് കാലം വെയിലിൻ്റെ ശക്തി കൊണ്ടായിട്ടും 2 നേരം വെള്ളം ഒഴിക്കണം. ഇതൊരു പിന്നെ എന്താ പറയുക, അരളിപ്പൂ പോലത്തെ ഇതാണ്. പണ്ടേ ഉള്ളതാണ്, ഇപ്പം അടുത്തൊന്നും വാങ്ങിയത് ആദ്യമേ ഉള്ള കുറേ ചെടി വിത്ത് വീണിട്ട് തന്നെ പൊടിച്ചിട്ട് കുഞ്ഞു ഇത് ഒരു അരളി പോലത്തെ ഒരു പൂവാണ്. എന്തെന്ന പേരൊന്നും നമുക്കങ്ങനെ പറയാനറിയില്ല. ഞാനുള്ള ചെടിയെല്ലാം കളക്ട് ചെയ്ത് കളക്ഷൻ ചെയ്ത്. ഇതാ വസിപ്പൂ ഞാൻ പറഞ്ഞ ലൈറ്റ് റോസ്. പിന്നെ ചെട്ടിപ്പൂണ്ട്, ചുവപ്പ് തന്നെ, മഞ്ഞയില്ല, ചുവപ്പ് മാത്രമേ. ഓറഞ്ച്, ചുവപ്പല്ല ഓറഞ്ച് ചെട്ടിപ്പൂ നല്ല. ഇത് ഒരു അരളി പോലത്തെ മോഡലാണ്. ഇതൊരു ചെറിയ ചെമ്പരത്തി, കുഞ്ഞ് ചെറിയ, വളരെ ചെറിയ പൂവായിരിക്കും, പക്ഷെ നിറച്ചുണ്ടാവും, മുട്ടുണ്ടാവും. ഇതൊരു ഇലക്ക് മാത്രം ഒരു പണ്ടത്തെ ഇതുപോലത്തെ പൂവ്. ഇതും ഒരു മഞ്ഞ രീതിയിൽ. ഇത് ശിവഗിരി എന്നൊക്കെ കൊണ്ടുവന്നു പണ്ട് കാലം. എൻ്റെ ഭർത്താവ് പോയ സമയത്ത് കൊണ്ടുത്തന്നു. നല്ല ഇതും ഒരു ചെമ്പരത്തിയാണ്. ഇത് നല്ല വിരിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കളറ് ചെമ്പരത്തിയാണ്. ചുവപ്പ്, ഇത് വെള്ള ചെമ്പരത്തി. വെള്ളേൻ്റെ മുകളിൽ നടുക്കൊരു ചെറിയ കമ്മൽ പോലെ നല്ല വണ്ണത്തിൽ പൂവുണ്ടാവും. ഇത് വേറെ ഒരു കളറ് ചെമ്പരത്തി തന്നെ ഒരുപാടുണ്ട് അതിൻ്റെ അകത്ത്. പിന്നെ മഞ്ഞേൻ്റെ അകത്ത് കാപ്പി ഷെയ്ഡ് വരുന്ന ചെമ്പരത്തി പൂവായതും പൂ വിരിഞ്ഞാൽ അതിൻ്റെ ഭംഗി കാണാൻ പറ്റും, അത്രക്കും വലുപ്പത്തിലുണ്ടാവുന്നു. പിന്നെ ഇത് പണ്ടേ നേരത്തെ കാണിച്ച തന്നെ അരളിച്ചെടി പോലത്തെ. പിന്നെ ഇത് 10 മണിപ്പൂ എന്ന് പറഞ്ഞിട്ടൊരു പൂ ഉണ്ടാകുന്നില്ല. അത് പല കളറും, ഓറഞ്ചുണ്ട്, വെള്ളയുണ്ട്, മഞ്ഞയുണ്ട്, അങ്ങനെ ഒരു 3-4 കളർ അതുണ്ട്. ഇത് നേരത്തെ അതിൻ്റെ അകത്തുനിന്നൊരു കഷ്ണം കമ്പ് നട്ട് പിടിപ്പിച്ചത്. എല്ലാം പോയി എല്ലാവരും കൊണ്ടുപോയില്ല. ഇതിന് കലാത്തി മോഡൽ കുറേ ഇലച്ചെടികൾ, കുറച്ച് നല്ല ഇലകളുണ്ട്, അങ്ങോളം നട്ടിട്ടുണ്ട്, ചട്ടിയിലുണ്ട്. ഇതെല്ലാം ആ മോഡൽപ്പെട്ടതാണ്, ചെറിയ. പിന്നെ എൻ്റെ ഓർക്കിഡിൻ്റെ വലിയൊരു ഒറ്റൊരു ലൈനായിട്ട് പോയിട്ട് പൂണ്ടായിട്ടുണ്ട്, നല്ല ഭംഗിയിൽ. ബാക്കി മറ്റേതെല്ലാം ചെറിയ കുട്ടികളാണ്. അതിനൊന്നും ചെറിയ പൂവാണ്, ഒരു ഇത്ര ഇതില്ല, നീളത്തിലില്ല. ഇത് വലിയ നീളത്തിലുള്ള ഒരു സ്പൈക്ക് വന്നു. അതുകൊണ്ട് ഇത് നല്ല കാണാൻ ഭംഗിയാണ്, നീലയും വെള്ളയായിട്ട്. പിന്നെ ഞാൻ വാങ്ങി 5 കളറ്, പക്ഷേ എൻ്റെ അടുത്ത് അതൊന്നും റെഡി ആയിട്ടില്ല. ഇപ്പം ചെറിയ കമ്പ് വരുന്നേ ഉള്ളൂ, പൊടിക്കുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം നോക്കിയാൽ നല്ല സമയം പോകണം. പിന്നെ ഇത് ഒരു പവിഴം പോലത്തെ, ഇതിൻ്റെ പല കളറും ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ എൻ്റെ അടുത്ത് ഈ ഒറ്റ ഒരു കളറേ ഉള്ളൂ. എൻ്റെ മോളുടെ ഡെലിവറി കഴിഞ്ഞ് ഇന്നലെ ഡെലിവറി കഴിഞ്ഞ് ദുവാന പേരിട്ട്. കിച്ചൻ്റെ ഒറ്റൊരു പരിപാടി നടന്നിട്ടില്ല. ഇനി നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരും. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എനിക്ക് ഷെയറും കമൻറ്റും ലൈക്കും തരണം. ഇനിയും നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.